അതിര ദിവസങ്ങൾക്ക് മുൻപ് തന്നെ മലയാളി ഓണം വൈബിലാണ് ഇപ്പോൾ ഔദ്യോഗികമായ ഉദ്ഘാടനമായിരിക്കുന്നു. നമുക്കറിയാം സംസ്ഥാനത്തൊട്ടാകെ നൂറിലധികം വേദികളാണ്. തലസ്ഥാനത്ത് ഒരുപക്ഷെ ഈ ഓണം വൈബ് മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് കുറച്ച് കൂടുതലാണ് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. ഈ ലൈറ്റ് അടക്കമുള്ള കാഴ്ചകളടക്കം തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. പക്ഷേ മഴ പെയ്യുമോ എന്ന ആശങ്ക അപ്പോഴും ഉണ്ടെങ്കിലും ഒരു കാലത്തും ഒരു കാരണത്തിലും നമ്മൾ മലയാളികൾ ഓണത്തെ അങ്ങനെ വിട്ടുകൊടുക്കാറില്ല. സ്വപ്ന, തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങോട് കൂടി തന്നെ സംസ്ഥാനത്തിൻ്റെ ആ ഒരു ഓണാഘോഷത്തിന് കൂടുതൽ വൈബായിരിക്കുകയാണെന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. കാരണം ഓണാഘോഷം കുറച്ച് ദിവസങ്ങൾ മുമ്പേ തന്നെ സംസ്ഥാനത്തൊക്കെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നായിരുന്നു സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം എന്ന് പറയുന്നത്. അതിനും നാളെ ഉത്രാടമാണ്, മറ്റന്നാൾ തിരുവോണമാണ്. ആളുകളൊക്കെ തന്നെ ഈ തലസ്ഥാന നഗരിയിലേക്ക് എത്തിത്തുടങ്ങി. ഇവിടെ ഈ നിശാഗന്ധി ഓഡിറ്റോറിയത്തിലും കനകക്കുന്നിലും ഒക്കെ വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികളുണ്ട്. കുടുംബത്തോടൊപ്പമും അതുപോലെ തന്നെ കൂട്ടുകാരും ഒത്തുമൊക്കെ തന്നെ ഈ ഓണം ആഘോഷിക്കുന്നതിനും ഓണപരിപാടികളിൽ പങ്കാളികളാകുന്നതിനും നിരവധി ആളുകളാണ് ഇന്ന് ഉദ്ഘാടന ദിവസമായി ഇന്ന് പോലും എത്തിക്കൊണ്ടിരിക്കുന്നത്. നാളെയും മറ്റന്നാളും ഉൾപ്പെടെയുള്ള ദിവസങ്ങളിൽ ഇതിൽ കൂടുതൽ ആളുകൾ ഇവിടെ എത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ തലസ്ഥാന നഗരത്തിന്റെ പല വേദികളിൽ ഏകദേശം 35 വേദികളിലാണ് തലസ്ഥാന നഗരത്ത് മാത്രം ഒരുക്കിയിട്ടുള്ളത്. സംസ്ഥാനത്തൊട്ടാകെ ഇത്തരത്തിൽ വിവിധ വേദികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ വേദികളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഓണാഘോഷം, ആ ഓണാഘോഷത്തിൽ നിരവധി ആളുകൾ പങ്കാളികളാകും. ജനങ്ങളൊക്കെ തന്നെ ഓണത്തോടൊപ്പം സർക്കാരിൻ്റെ ഓണാഘോഷ പരിപാടിയും ഏറ്റെടുക്കാനുള്ള ഒരു കാര്യത്തിലാണ് എന്നുള്ളതാണ്. മഴയുടെ ഒരു ചെറിയ ആശങ്കയുണ്ടെങ്കിലും ആ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ ഓണാഘോഷവും ഗംഭീരമാക്കാൻ തന്നെയാണ്, അല്ലെങ്കിൽ ഓണാഘോഷം കളറാക്കാൻ തന്നെയാണ് നമ്മുടെ ഈ മലയാളികളുടെയൊക്കെ തന്നെ തീരുമാനം.